السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ ഷരീഫ് നമ്മിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ 10 ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഗൾഫിലുള്ളവർക്കൊക്കെ ഒന്നാമത്തെ 10 കഴിഞ്ഞു. രണ്ടാം 10 ആദ്യത്തെ ദിവസമാണ് റമദാൻ 11. ഇപ്പം ഞങ്ങൾക്കൊക്കെ ഗൾഫിലൊക്കെ. നാട്ടിലെ കണക്ക് നോക്കുകയാണെങ്കിൽ റമദാൻ 10 ആദ്യത്തെ 10ൻ്റെ ഒടുക്കം. റമദാൻ 10 പ്രബല ചരിത്രപക്ഷ പ്രകാരം മഹദി ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹായുടെ വഫാത്ത് ദിനാണ്. പരിശുദ്ധ റമദാനിൽ ഒരുപാട് സ്മരണീയമായ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബദർ യുദ്ധം റമദാൻ 17 അതെല്ലാവർക്കും അറിയാം. അതുപോലെ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹായുടെ വഫാത്ത് റമദാൻ്റെ തുടക്കത്തിൽ റമദാൻ 3 ആണ് എന്നാണ് പ്രബലപക്ഷം. ചിലർ അഭിപ്രായങ്ങൾ വേറെ ഉണ്ടെങ്കിലും റമദാനിലായിരുന്നു ഫാത്തിമ ബിയുടെ വഫാത്ത്. റമദാൻ 10 ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹായുടെ വഫാത്ത്. അതുപോലെ പരിശുദ്ധ മക്കം ഫത്ഹ് പരിശുദ്ധ റമദാനിനാണ്. ഇങ്ങനെ പല സ്മരണീയ സംഭവ വികാസങ്ങളുണ്ട്. ഇന്നിപ്പോൾ റമദാൻ 10 നാട്ടിൽ. മഹദി ഖദീജ റളിയല്ലാഹു തആല അൻഹയെ നമ്മൾ അനുസ്മരിക്കേണ്ട, അവരുടെ പേരിൽ ഫാത്തിഹെങ്കിലും ഓതി ദുആ ചെയ്യേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് 2 വാക്ക് മാത്രം നമ്മുടെ ഉമ്മനെ കുറിച്ച് പറയാണ്. ഉമ്മുൽ മുഅ്മിനീൻ എന്നാണല്ലോ. ലോകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആദ്യമായി ഇസ്ലാം മതം വിശ്വസിച്ചത് നമ്മൾ സാധാരണ മദ്രസയിൽ പറഞ്ഞു വരാറുള്ളതാണ്. പുരുഷന്മാരിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, സ്ത്രീകളിൽ നിന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹ എന്നാണ് പറഞ്ഞു വരാറ്. ശരി തന്നെയാണ്. എന്നാൽ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും രണ്ടും കൂടെ കണക്ക് കൂട്ടുകയാണെങ്കിലും ഏറ്റവും ആദ്യമായി ഇസ്ലാമിൽ വന്നത് ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നതിന് മുന്നേ ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചത്. നബി തങ്ങൾക്ക് താങ്ങും തണലുമായത്. അറിയാമല്ലോ, വഹി ഇറങ്ങിയ ഹിറാ ഗുഹയിൽ നിന്ന് നബി തങ്ങൾ ബേജാറായി ജമ്മിലൂനി എന്ന് പറഞ്ഞ് ഓടി വന്നപ്പോൾ നബി തങ്ങളെ സമാശ്വസിപ്പിച്ചത് പുതപ്പിട്ട് മൂടി സമാശ്വസിപ്പിച്ചു, നല്ല വാക്കുകൾ പറഞ്ഞു, ഹൃദയത്തിന് കരുത്ത് കൊടുത്തു, മനസ്സിന് ധൈര്യം കൊടുത്തു. ഇതൊക്കെ ഖദീജ ബീവിയാണ്. വറഖത്ത് ബിൻ നൗഫൽ അടുക്കലേക്ക് കൊണ്ടുപോയി നബി തങ്ങൾക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. അവരുടെ ധനവും ആരോഗ്യവും സമ്പത്തും ഒക്കെ റസൂലുള്ളാഹിക്ക് ചെലവഴിച്ചു. ഇനി ഹിറാ ഗുഹയിൽ വഹയ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നബി തങ്ങൾ ദിനരാത്രങ്ങളോളം ഹിറാ ഗുഹയിൽ താമസിച്ച സമയങ്ങളിൽ അവിടത്തേക്കുള്ള ഭക്ഷണവുമായി ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ് അങ്ങോട്ട് കടന്നു പോകുന്നത്. അത് നല്ല വയസ്സുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 25-ാമത്തെ വയസ്സിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ ബീവിക്ക് 40 വയസ്സാണ്. റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്ന 40 വയസ്സ് എന്ന് പറയുമ്പം അപ്പോൾ ബീവിക്ക് 55 വയസ്സുണ്ട്. ഏതായാലും ആ പ്രായത്തിലും മഹദി ആ മലൻ്റെ മുകളിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുചെന്നത്, നബി തങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തതൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല അവിടെ ഒരു അത്ഭുത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെറിയ 1-2 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വിശദമായ ഒരു അനുസ്മരണ പ്രഭാഷണമൊന്നും നടത്തുകയല്ല, ബറക്കത്തിന് വേണ്ടി 2 വാക്ക് പറയാം. പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ അന്നത്തെ ഒരു ഭക്ഷണം ഹൈസ് എന്ന് പറയും. നമ്മൾ ഹരീസ എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഒരു ഭക്ഷണമായിരിക്കും. ഒരു ദിവസം ആ ഭക്ഷണമാണ് മഹദി തയ്യാറാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ മഹദി ഭക്ഷണവുമായി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഹിറാ ഗുഹക്കകത്തേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങൾക്ക് വിവരം വന്ന് അറിയിക്കുകയാണ് ആ ദിവസങ്ങളിൽ ഒന്നിൽ. അപ്പോൾ പറയുകയാണ്, നിങ്ങൾക്കിപ്പം ഹൈസ് ഭക്ഷണം കൊണ്ടുവരും, നിങ്ങളുടെ പത്നി ഭാര്യ ഖദീജ ബീവി കൊണ്ടുവരും, ഹൈസാണെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടുവരും. അപ്പോൾ ഹൈസുമായി ഭക്ഷണവുമായി ഖദീജ ബീവി എത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ വന്ന് നബി തങ്ങൾക്ക് വിവരം കിട്ടുകയാണ്. അപ്പോൾ വേറൊരു പേരും കൂടി നബി അന്ന് നുബുവത്ത് കിട്ടുന്നതിൻ്റെ ആ ഒരു സാഹചര്യത്തിലാണ്. അത് വഹി ഇറങ്ങിയ ശേഷമാവാം, ചരിത്രത്തിൽ അങ്ങനെ വിശദമായിട്ട് പറയുന്നില്ല. ഒരുപക്ഷെ വഹി ഇറങ്ങിയ ശേഷവും നബി തങ്ങൾ ഹിറാ ഗുഹയിൽ ഇരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അള്ളാഹു ആലം, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഏതായാലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളോട് പറയാണ്, അങ്ങനെ ബീവി നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ നിങ്ങളൊരു കാര്യം പറയണം. തങ്ങൾ ചോദിച്ചു, എന്താ കാര്യം? അള്ളാഹു അവർക്ക് സലാം പറയുന്നുണ്ട്. ഇന്നല്ലാഹ യഖറഉ അലൈഹസ്സലാം. ബീവി വന്നാൽ നിങ്ങൾ ബീവിയോട് അള്ളാഹിൻ്റെ സലാം പറയണമെന്ന്. നിങ്ങൾ ആലോചിച്ചു, അള്ളാഹു തആല സലാം പറഞ്ഞേക്കാണ് ബീവിക്ക്, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഖദീജ ബീവി അങ്ങനെ കുന്നു കയറി വന്നു. അവർ വിശ്വാസം അങ്ങോട്ട് ചോദിച്ചു, ഇന്നെന്താണ് ഭക്ഷണം ബീവി, ഹൈസാണോ എന്ന് ചോദിച്ചു. ഖദീജ ബീവി ഒന്ന് നമ്പരുന്നു, ഇതെങ്ങനെ ഞാൻ കൊണ്ടുവന്ന് പാത്രം തുറന്നിട്ടില്ല, അതിനു മുമ്പ് എങ്ങനെ പറഞ്ഞ്? ഞങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ വന്നിരുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് വിവരം അറിയിച്ചു, നിങ്ങൾ ഇന്ന് ഹൈസാണ് കൊണ്ടുവരിക എന്നുള്ളത്. മാത്രമല്ല നിങ്ങൾക്ക് അള്ളാഹിൻ്റെ സലാമുണ്ട്. ഇന്ന് റബ്ബക്ക് യഖറഉ അലൈഹി സലാം, പടച്ചോങ്ങൾക്ക് സലാം പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബീവിൻ്റെ ബുദ്ധി മഹാന്മാർ പറയണം, ആ കേട്ടപാട് ബീവി കൊടുക്കുന്ന മറുപടി, അള്ളാഹു ഹുവസ്സലാം വഅലൈക വഅലാ ജിബ്രീല
വഅലൈനസ്സലാം. അല്ലാഹു ഹുവസ്സലാം വഇലൈഹിസ്സലാം വമിൻഹുസ്സലാം വഅലൈക വഅല ജിബ്രീല വഅലൈനസ്സലാം എന്ന രീതിയിലാണ് മഹദി മറുപടി പറയുന്നത്. അല്ലാഹു ഹുവസ്സലാം, അള്ളാഹു സലാമാണ്. വമിൻഹുസ്സലാം, അള്ളാഹുവിൽ നിന്നാണ് സലാം. നബിതങ്ങളെ അങ്ങക്കും ജിബ്രീൽ അലൈഹി സ്വലാമിനും നമുക്കൊക്കെ സലാം ഉണ്ടാവട്ടെ. അപ്പോൾ ആ വളരെ ബുദ്ധിപൂർവകമായ ആ മറുപടി ബീവിയിൽ നിന്ന് അവിടെ വന്നു. അള്ളാഹു ഹുവസ്സലാം, അള്ളാഹിൻ്റെ സലാം കിട്ടി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ പെട്ടെന്ന് മറുപടി പറയാം അലല്ലാഹിസ്സലാം എന്നൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെ സലാം പറയാൻ പറ്റൂലല്ലോ. അള്ളാഹിൻ്റെ പേരിൽ സലാം, അള്ളാഹു തന്നെയാണല്ലോ സലാം, അള്ളാഹുവിൻ്റെ പേരാണല്ലോ സലാം. അപ്പോൾ അത് കേട്ട മാത്രയിൽ തന്നെ വളരെ ബുദ്ധിപൂർവകമായൊരു മറുപടി കൊടുക്കാൻ പറ്റിയ ഖദീജ റളിയല്ലാഹു തആല അൻഹായുടെ ഫിഖ്ഹ്, അവരുടെ റജാഹത്തുൽ അഖദ് ഒക്കെ ചരിത്രകാരന്മാർ എടുത്തു പറയുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം അവിടുന്ന് ജീവിച്ചു. 24 വർഷത്തോളം നബി തങ്ങൾക്കൊപ്പം ആ ദാമ്പത്യ ജീവിതം തുടർന്നു. അവിടുത്തെ 64-65 വയസ്സിലൊക്കെയാണ് മഹദി വഫാത്താകുന്നത് പ്രബലപക്ഷ പ്രകാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ മക്കളെയും ഇബ്രാഹിം എന്ന മകനൊഴിച്ച്, മാരിയത്തുൽ ഖിബ്തിയ്യ എന്ന് പറഞ്ഞ മഹദിയാണ് ഇബ്രാഹിം എന്ന മകന് ജന്മം കൊടുത്തത്. ബാക്കിയുള്ള മക്കളൊക്കെ ജന്മം കൊടുത്തത് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അവിടുത്തെ വഫാത്ത്, ജനിച്ചത് മക്കയിലാണ്, ഇവിടുത്തെ വഫാത്തും മക്കയിലാണ്. ജന്നത്തുൽ മുഅല്ലാത്തിൽ അവിടെ നന്ദിവിഷമം കൊള്ളുന്നു. മഹദി റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പലപ്പോഴും അവിടെ വരുമായിരുന്നു, സിയാറത്ത് ചെയ്യുമായിരുന്നു. വഫാത്തിന് ശേഷവും ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ടല്ലോ, ഇടക്കിടക്ക് ഖദീജൻ്റെ റളിയല്ലാഹു അൻഹയുടെ മഹത്വം നബി തങ്ങൾ ഇങ്ങനെ പറയും. ചെറുപ്പക്കാരിയായിരുന്ന ഖദീജ ആയിഷ ബീവി ഒരിക്കൽ അതിൽ ലേശം ഇതായി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ലോകത്ത് വേറൊരു പെണ്ണുമില്ലാത്ത പോലെ എപ്പോഴും ഖദീജ ഖദീജ എന്ന് വർത്താനം മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിൽ ചെറുപ്പക്കാരിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്വാഭാവികമായ ആ ഒരു പ്രായത്തിൻ്റെ ഒരു ചെറിയ കുശുമ്പോട് കൂടി എന്ന് തന്നെ ദീറത്ത് എന്നതിന് പറയാം, അല്ലാതെ കുയിന്തല്ല, അതൊരു ദീറത്താണ്. നബി തങ്ങളോട് അങ്ങനെ പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇല്ല ആയിഷ, നിനക്കറിയില്ല ഖദീജ ആരായിരുന്നു നിനക്കറിയോ എന്ന് പറഞ്ഞ് ഖദീജ ബീവിയുടെ മഹത്വങ്ങളൊക്കെ എണ്ണി പറഞ്ഞു. ആരോരുമില്ലാത്ത സമയത്ത് എനിക്കെല്ലാം തന്നത്, എല്ലാ സഹായവും സഹകരണവും ചെയ്തത് ഖദീജയാണ് എന്നൊക്കെ പറഞ്ഞ് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മഹത്വം പറയാൻ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്ന് മാത്രമല്ല ഹദീസിലാണ് അവർ ഉപമാദബഹഷാത്ത, നബി തങ്ങൾ ചിലപ്പോഴൊക്കെ ആടറക്കുകയാണെങ്കിൽ ആടറുത്തിട്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ആട്ടിറച്ചി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ചങ്ങാഴ്ചിമാരിലേക്ക്, ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സ്നേഹിതമാരുടെ വീടുകളിലേക്ക് കൊടുത്തയക്കും. അങ്ങനെ നബി തങ്ങൾ ഖദീജ ബീവിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുമായിരുന്നു എന്ന പല രൂപത്തിലും. മഹദിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്, എല്ലാം കൂടെ വിശദീകരിക്കല്ല. ഏതായാലും ആ മഹദി നമുക്ക് വളരെ കടപ്പെട്ടവരാണ്. നമ്മുടെ വസ്വാജുഹു ഉമ്മഹാത്തുഹും എന്നാണല്ലോ, സ്വതാല ഭാര്യമാരൊക്കെ നമ്മുടെ ഉമ്മമാരാണ്. ആ ഉമ്മുൽ മുഅ്മിനീൻ എന്ന ഒന്നാമത്തെ ഡിഗ്രി, ഒന്നാമത്തെ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്, അഫ്ളു നിസായിൽ ആലമീൻ, ലോകത്ത് ഇതുവരെ വന്ന മൊത്തം പെണ്ണുങ്ങളിൽ നിന്ന് ഏറ്റവും മഹത്വമേറിയ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുണ്ട്. മറിയം ബീവി ഉണ്ട്, ആസിയ ബീവി ഉണ്ട്, ഖദീജ റളിയല്ലാഹു തആല അൻഹയുണ്ട്, മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുണ്ട്. ഇവരൊക്കെ നമ്മുടെ മഹദികളായ സ്വർഗത്തിലും മറ്റുമൊക്കെ നമ്മുടെ വലിയ നേത്രിമാരാണ്. അള്ളാഹു തആല ഖദീജ ബീവിയുടെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ കൂടെ ജന്നാത്തുൻ നഈമിൽ നമ്മളെയൊക്കെ അള്ളാഹു പുണ്യ ഹബീബിൻ്റെ മഹയ്യത്തിലായി ഒരുമിച്ച് ചേർക്കട്ടെ. സാധിക്കുന്നവരൊക്കെ യാസീനോ മറ്റു സൂറത്തുകളോ ഒക്കെ ഓതുക, ഫാത്തിഹ ഓതെങ്കിലും ഓതുക. അങ്ങനെ ഓതുമ്പോൾ അത് നമുക്കാണ് അതിൻ്റെ ഒരു ദറജ. അവരൊക്കെ ആത്മീയമായ ബന്ധം പുലർത്തുമ്പോൾ നമുക്കൊരു വിജയത്തിന് കാരണമാണ്. അവരെ കൊണ്ടൊക്കെ തവസ്സുൽ ചെയ്ത് പടച്ചവനോട് ദുആ ചെയ്യുക. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്വലാത്തും അതുപോലെ സിയാമും ഖിയാമും അമലുകളും ഇബാദത്തുകളും ഒക്കെ റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.